ഡ്രീം ലൈനർ ഈ വിമാനങ്ങൾ അങ്ങനെ അധികം അപകടത്തിൽപ്പെടാറില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് അങ്ങനെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നു. അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെയുണ്ടോ? ഈ ബോയിങ് 787 ഡ്രീം ലൈനർ അതാണല്ലോ അഹമ്മദാബാദിൽ തകർന്നു വീണത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ഡ്രീം ലൈനർ വിമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലായിട്ട് നമ്മൾ തുടങ്ങിയതല്ല. ആ ചർച്ചകൾക്ക് പൊതുവെ ഒരു ആക്കം കൂട്ടാനുള്ള കാരണം ഈ അഹമ്മദാബാദ് അപകടമാണ്. അഹമ്മദാബാദ് അപകടത്തിൽ നിരവധി പേര് മരിച്ചു. അപ്പോൾ ആ അപകടം ഉണ്ടായതിനു ശേഷം വിമാനത്തിൻ്റെ നിർമ്മാണത്തിലെ തകരാറാണോ, വിമാനം പറത്തിയതിലെ പ്രശ്നമാണോ, അതിൻ്റെ എന്താണ് യഥാർത്ഥ കാരണം എന്നതിനെക്കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ധാരണ പുറത്തു വന്നിട്ടില്ല. ഇന്ധന സ്വിച്ച് ഓഫാക്കിയത് കൊണ്ടാണ് അപകടമുണ്ടായത് എന്ന അനുമാനം, ഉറപ്പല്ല, ഒരു സൂചന, നിഗമനം, അതിലേക്കാണ് ഇപ്പം അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ അത് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നു പൈലറ്റ് ഒരിക്കലും ഇത് ഓഫാക്കുകയില്ല. പിന്നെ അതാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്നതിന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അഹമ്മദാബാദ് വിമാനം അപകടത്തിൽപ്പെടാനുണ്ടായ കാരണമെന്ത് എന്ന് ചോദിക്കുമ്പോൾ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പ്രശ്നമെന്ത് എന്നൊരു ചോദ്യത്തിൽ കൂടി കാരണവും അത് വിരൽ ചൂണ്ടും എന്നുള്ളതാണ് വസ്തുത. കാരണം ഈ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ ഒന്നും രണ്ടും എന്നല്ല, അതിനുശേഷം നിരവധി തവണ അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അടിയന്തര സാഹചര്യത്തിൽ നിലത്തിറക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം പറഞ്ഞുതരാം. ഈ അഹമ്മദാബാദ് അപകടം നടന്നതിന് ശേഷം ഈ പൈലറ്റുമാരെല്ലാം ഒരു പേടിയോടുകൂടിയാണ് ഇപ്പോൾ വിമാനം പറത്തുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം കണ്ടാൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിമാനം താഴെ ഇറക്കുകയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. കാരണം ഒരു റിസ്ക് എടുക്കാൻ പൈലറ്റുമാർ തയ്യാറാവുന്നില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ പൈലറ്റിൻ്റെ പിഴവ് കൊണ്ടാണ് അഹമ്മദാബാദ് അപകടം ഉണ്ടായത് എന്ന വിമാന കമ്പനിയും വിമാന നടത്തിപ്പുകാരുമൊക്കെ ഒരേ സ്വരത്തിൽ പറയുമ്പോൾ ഇനി ഞങ്ങളുടെ പ്രശ്നം കൊണ്ട് ഇനിയൊരു അപകടം ഉണ്ടാവണ്ട, ഞങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടൊരു അപകടം ഉണ്ടാവണ്ട, അതിന് ഞങ്ങൾ വഴിവെക്കുന്നില്ല, ഇനി വിമാനത്തിൻ്റെ പ്രശ്നമായാലും ഞങ്ങളുടെ പിഴവായാലും എന്തോ ആയിക്കോട്ടെ അടിയന്തരമായിട്ട് ഇറക്കുക. ഈ തീരുമാനത്തിലാണ് പൈലറ്റ് അസോസിയേഷൻ എത്തിയിരിക്കുന്നത്. അതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയും ചെയ്തു. ഇനി ഇപ്പോൾ എന്തുകൊണ്ട് വീണ്ടും ഡ്രീം ലൈനർ വിമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വീണ്ടും നമ്മൾ കേട്ട മെയ് ഡേ എന്നൊരു സന്ദേശം വിമാനത്തിനകത്തു നിന്ന് ഈ പറഞ്ഞ എയർ ട്രാഫിക് കൺട്രോൾ അതോറിറ്റിയിലേക്ക് വരുന്നു. നമുക്ക് അഹമ്മദാബാദ് വിമാന അപകടം നടക്കുന്നതുവരെ എന്താണ് മെയ് ഡേ എന്നതിനെക്കുറിച്ച് അധികം ആർക്കുമൊന്നും അറിയില്ലായിരുന്നു. അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷമാണ് അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കേണ്ട വിഷയം അല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകൾ പൈലറ്റ് ഒറ്റ വാക്കിൽ നൽകുന്നതാണ് മെയ് ഡേ എന്നുള്ളത് വിചാരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാ ആളുകളും അതിനെക്കുറിച്ച് അറിയുന്നത്. ഇപ്പോൾ 5000 അടി ഉയരത്തിൽ നിൽക്കുന്ന ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട 787-8 എന്ന് പറയുന്ന വിമാനം മെയ് ഡേ സന്ദേശം നൽകി അടിയന്തരമായിട്ട് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത. സംഭവം നടക്കുന്നത് വാഷിങ്ടണിലാണ്. 5000 അടി ഉയരത്തിൽ പറക്കുന്നതിനിടെ എഞ്ചിൻ നിലച്ച വിമാനം അടിയന്തരമായിട്ട് നിലത്തിറക്കി. ഈ എഞ്ചിൻ നിലയ്ക്കുമ്പോഴാണല്ലോ എല്ലാം കൈവിട്ടു പോകുന്നത്. അതെ, അവസാനത്തേതാണല്ലോ ഈ മെയ് ഡേ എന്ന് പറയുന്നത്. അവർക്ക് എഞ്ചിൻ നിലയ്ക്കാൻ നിരവധി കാരണങ്ങളുണ്ടാകും. വൈദ്യുതി കട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എഞ്ചിൻ നിലയ്ക്കാം, ഇന്ധനത്തിൻ്റെ ഇതിൽ എഞ്ചിൻ നിലയ്ക്കാം, ഇനി അതല്ലാതെ എഞ്ചിൻ തകരാറ് കൊണ്ടും എഞ്ചിൻ നിലയ്ക്കാം. അങ്ങനെ നിരവധി സാധ്യതകളുണ്ട്. ഈ അഹമ്മദാബാദ് വിമാനത്തിൻ്റെതും 2 എഞ്ചിനും ഒരേ സമയം നിലച്ചു എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വിമാനം സ്വിച്ച് ഓഫ് ചെയ്തതായിരിക്കും അപകടത്തിലേക്ക് പോകുന്നതും. അതിൻ്റെ ഈ 2 എഞ്ചിനും നിലയ്ക്കാനുണ്ടായ കാരണം അതിൻ്റെ ഇന്ധന വിതരണ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അടിസ്ഥാനപരമായിട്ട് നിഗമനങ്ങൾ മാത്രമാണ്. ഇതിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പം ഈ അമേരിക്കയിലെ വാഷിങ്ടൺ ഡളസ് വിമാനത്താവളത്തിലാണ് സംഭവം. ജർമ്മനിയിലെ മ്യൂണിക്കിലേക്ക് പോവുകയായിരുന്ന യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് കഴിഞ്ഞ ദിവസം നിലത്തിറക്കിയത്. അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ടതും ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനമായിരുന്നു. വാഷിങ്ടൺ ഡളസ് വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 5000 അടി ഉയരത്തിലെത്തിയപ്പോൾ ഇടത് എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു. പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ് ഡേ സന്ദേശം അയച്ചു. നിറയെ ഇന്ധനമുണ്ടായിരുന്നതിനാൽ അടിയന്തര ലാൻഡിംഗ് നടത്താൻ അപകട സാധ്യതയുള്ളതിനാൽ 2.5 മണിക്കൂറോളം പറന്ന് ഇന്ധനം കത്തിച്ചു കളഞ്ഞതിന് ശേഷമാണ് ലാൻഡ് ചെയ്തത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. വിമാനത്തിൻ്റെ സാങ്കേതിക തകരാർ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. അഹമ്മദാബാദിലെ അപകടത്തിൽ 260 പേരാണ് മരിച്ചത്. ഒറ്റ യാത്രക്കാരൻ മാത്രമേ രക്ഷപ്പെട്ടിരുന്നുള്ളൂ. എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനം
ജൂൺ 12-ന് 242 പേരുമായി ഉച്ചയ്ക്ക് 1:39 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന 32 സെക്കൻഡിനകം വിമാനത്താവളത്തിനടുത്തുള്ള മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് തകർന്നു വീഴുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം ആളുകളുടെ ഇടയിൽ വലിയൊരു ഭയത്തോടു കൂടിയാണ് വിമാനം എന്ന് പറയുന്ന യാത്രാ സംവിധാനത്തെ നോക്കിക്കാണുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനം എന്നത് നമ്മുടെ യാത്രാ സംവിധാനത്തിൽ വലിയ ആശ്വാസമായിരുന്ന ഒന്നായിരുന്നു. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ദൂരസ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ ചുരുങ്ങിയ സമയം മതി, സുരക്ഷിതമായ യാത്ര, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് നമ്മളെ എത്തിക്കുന്നു തുടങ്ങി ഒരുപാട് വിശേഷണങ്ങളും കാരണങ്ങളുമുണ്ട് നമ്മൾ വിമാന സർവീസിനെ ഉപയോഗിക്കാൻ. പക്ഷേ ഈ വിമാന സർവീസ്, ഈ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം അത് എത്രത്തോളം സുരക്ഷിതമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക പൊതുവെ എല്ലാവരിലേക്കുമുണ്ട്. അതുകൊണ്ടാണ് എയർ ഇന്ത്യയുടെ വിമാന യാത്രാ ടിക്കറ്റ് ബുക്കിങ്ങിൽ പോലും 20-25% കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവ് വന്നിട്ടുണ്ട് എന്നത് അവരുടെ ആഭ്യന്തര കണക്കുകളിൽ രേഖപ്പെടുത്തിയത്. അതായത് ആളുകൾ വിമാനയാത്രയെ കുറച്ചെങ്കിലും അകറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ആ യാത്ര അത്ര സുരക്ഷിതമല്ല എന്നതുകൊണ്ട് ആ യാത്രയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വരുമ്പോൾ അഹമ്മദാബാദ് വിമാന അപകടം എയർ ഇന്ത്യക്ക് മാത്രമല്ല, വിമാനം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏജൻസികൾക്കുൾപ്പെടെ വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതാണ് അവസ്ഥ. ഇപ്പം നമുക്കറിയാം, 240-ലധികം യാത്രക്കാരുമായിട്ട് യാത്ര ചെയ്ത വിമാനത്തിൽ നിന്ന് ഈ അത്ഭുതകരമായിട്ട് ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. പക്ഷേ ബാക്കിയുള്ള മുഴുവൻ ആളുകളും മരണപ്പെടുകയും ചെയ്തു. ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 2 മാസം കഴിഞ്ഞു എന്നുള്ളതാണ് 2 മാസം ആവുന്നുള്ളതാണ് വസ്തുത. ഈ 2 മാസം ആകാറായിട്ട് പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്നതിനെക്കുറിച്ച് ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയും ഇപ്പോഴില്ല. എയർലൈൻ അധികൃതരുടെ ഒരു ഗ്യാങ്, ഈ പറഞ്ഞതുപോലെ US-ലെ ബോയിങ്ങിൻ്റെ ഒരു ഗ്യാങ്, പിന്നെ UN-ൻ്റെ ഒരു ടീം, ഈ പറഞ്ഞ ഇന്ത്യയുടെ എയർ ട്രാഫിക് ആക്സിഡൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടീം, അങ്ങനെ 4-5 ടീമുകളായിട്ടാണ് ഈ അപകടത്തിൻ്റെ പരിശോധനകളെല്ലാം അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണം നടത്തിയത് വഴി അവർക്ക് കൃത്യമായിട്ട് എന്താണ് കാരണം ഇതിന് എന്നതിനെക്കുറിച്ചുള്ള ധാരണ കിട്ടിയിട്ടില്ല ഇപ്പോഴും. അവർ അതിനകത്ത് പറയുന്നത് വിമാനം അപകടത്തിൽപ്പെടാനുള്ള കാരണം ഈ ഇന്ധന വിതരണ സ്വിച്ചിൻ്റെ കട്ട് ഓഫ് അത് മാറിക്കിടക്കുന്നതായിരിക്കാം എന്നതാണ് പറഞ്ഞത്. അത് പറഞ്ഞ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു കേന്ദ്ര വ്യോമയാന ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖ കൂടെ പുറത്തു വന്നിരുന്നു. ശബ്ദരേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോക്പിറ്റ് റെക്കോർഡ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ, ആ ബ്ലാക്ക് ബോക്സ് പരിശോധന വഴി അതിൽ ഈ സഹ പൈലറ്റാണ് അന്ന് മെയിനായിട്ട് ഈ വിമാനം പറത്തിയിരുന്നത്. പ്രധാന ക്യാപ്റ്റൻ സൈഡ് ബെഞ്ച് ഇതിലിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഇത് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആൻസർ ഇല്ല കുറച്ച് സമയത്തേക്ക്. അതിനുശേഷം ഞാനല്ല ഓഫ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നീട് ശബ്ദങ്ങളൊന്നുമില്ല, അപ്പോഴേക്കും വിമാനം ക്രാഷായി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴും ഇവർ പറയുന്നത്, ആ പൈലറ്റ് പറയുന്നത് ഞാനല്ല ഓഫ് ചെയ്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഇത് ആര് എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അപ്പോൾ ഈ വിമാനം പറന്നു പോകുന്നതിന് മുമ്പായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ചെക്ക് റിപ്പോർട്ട് എല്ലാ യാത്രകൾക്കും മുൻപേ വിമാനം പരിശോധിച്ച് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ചെക്ക് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ഇന്ധന വിതരണ സ്വിച്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ ഈ ചെക്ക് റിപ്പോർട്ടെല്ലാം കൊടുത്തതിന് ശേഷവും ഈ പൈലറ്റ് അവസാനവട്ട ഒരു പരിശോധനകളും കാര്യങ്ങളും നടത്തിയിട്ട് ഈ പൈലറ്റിൻ്റേതായിട്ടുള്ള വേറൊരു ചെക്ക് റിപ്പോർട്ട് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. അതിൽ ഈ ഇന്ധന വിതരണ സ്വിച്ചിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു പ്രാഥമിക പരിശോധനകളെല്ലാം നടത്തിയതിന് ശേഷം 30 ദിവസങ്ങൾക്ക് ശേഷം ഈ ഒരു റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കൊടുത്ത റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു വന്നപ്പോൾ അതിലിത് ആരാണ് കൊടുത്തത്, എന്താണ് ഇതിൻ്റെ അന്തിമ റിപ്പോർട്ട്, ആരാണ് അതിൽ സൈനിങ് അതോറിറ്റി എന്നത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പൈലറ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. കാരണം അവർക്ക് ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല. അവർ പറയുന്നത് ഈ അന്വേഷണം നടത്തിയ ഏജൻസികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളോ ഒന്നും തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട്, സമർപ്പിക്കപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിൽ സീല് വെക്കുകയോ അതോടൊപ്പം തന്നെ അതിൽ കൃത്യമായിട്ട് അവരുടെ സൈൻ ഇടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതാര് സമർപ്പിച്ച റിപ്പോർട്ടാണ്, ഇത് ഒറിജിനൽ റിപ്പോർട്ടാണ് പുറത്തു വന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നവർ പറയുന്നത് ശരിയാണ്. സ്വാഭാവികമായിട്ടും അവർ പറയുന്ന കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം നമ്മളൊരു റിപ്പോർട്ട് ഒരാൾക്ക് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആരാണോ സബ്മിറ്റ് ചെയ്യുന്നത് ആ സബ്മിറ്റ് ചെയ്ത ആളുടെ ഡെസിഗ്നേഷൻ ഉൾപ്പെടെ മെൻഷൻ ചെയ്തിട്ട് അതിനകത്ത് സിഗ്നേച്ചർ ഉണ്ടാവണം. പക്ഷേ ഇതിനകത്ത് സിഗ്നേച്ചർ ഇല്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവരുടെ ഡെസിഗ്നേഷൻ വ്യക്തമാക്കുന്ന സീൽ ഉണ്ടാകണം, അതുമില്ല എന്ന് പറയുന്നു. അപ്പോൾ
ഒരു നാഥനില്ലാത്ത ഒരു റിപ്പോർട്ട്, പൈലറ്റിനെ പഴി ചാർത്തിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ട്, അത് വിശ്വാസയോഗ്യമല്ല. എന്തുകൊണ്ടാണ് ഈ അന്വേഷണ സംഘത്തിൽ ഒരു പൈലറ്റിനെ ഉൾപ്പെടുത്താതിരുന്നത് എന്നുള്ളതാണ് പൈലറ്റ് അസോസിയേഷൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം. അപ്പോൾ അഹമ്മദാബാദ് വിമാന അപകടം നടന്നതിന് ശേഷം ബോയിങ്ങിൻ്റെ ഈ 787 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ പൊതുവെ ആളുകൾ ഒരു ഭയത്തോടെ നോക്കിക്കാണുകയാണ്. പല സ്ഥലങ്ങളിലും ഈ വിമാനങ്ങൾ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലും വിമാനങ്ങളുടെ യാത്ര മുടങ്ങുന്നു. അങ്ങനെ വിമാന സർവീസുകൾ പലതും ഈ ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ വിഭാഗത്തിൽ കൊണ്ട് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് നിലവിലെ വസ്തുത. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാഷിങ്ടൺ ആണെങ്കിൽ മറ്റൊരു ദിവസം വേറൊരു സ്ഥലം, അങ്ങനെ മാറി മാറി ബോയിങ്ങിൻ്റെ വിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.